So the next material is acoustic insulating materials. Acoustics as applied to building is the science of sound which assures optimum conditions of sound for producing and listening to speech, music, etc. Acoustics എന്താണ്? Acoustics as applied to building is the science of sound which assures optimum conditions of sound for producing and listening to speech, music, etc. So acoustics എന്ന് വെച്ചാൽ എന്താണ്? Acoustics is the science of sound. Acoustics is the science of sound which assures optimum conditions of sound which assures optimum conditions of sound for producing and listening to speech, music, etc. അതായത് ഒപ്റ്റിമം സൗണ്ട് കണ്ടീഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും കേൾക്കാനായിട്ടുള്ള ഒപ്റ്റിമം സൗണ്ട് കണ്ടീഷൻ അഷ്യൂർ ചെയ്യുന്ന സയൻസിനെയാണ് അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സയൻസ് ഓഫ് സൗണ്ട് വിച്ച് അഷ്യൂർസ് ഒപ്റ്റിമം കണ്ടീഷൻസ് ഓഫ് സൗണ്ട് ഫോർ പ്രൊഡ്യൂസിങ് ആൻഡ് ലിസണിങ് ടു സ്പീച്ച് എക്സെട്ര. നമ്മൾ വരുന്ന സൗണ്ട്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ആവുന്ന സൗണ്ടിന്റെ ഓപ്റ്റിമം കണ്ടീഷൻസ് ആയിരിക്കണം, കേൾക്കാനുള്ള സ്പീച്ച്, മ്യൂസിക് അങ്ങനെയുള്ള സൗണ്ടിന്റെ ഓപ്റ്റിമം കണ്ടീഷൻസ് അഷ്യൂർ ചെയ്യുന്ന സയൻസ് ആണ് അക്കൗസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ അക്കൗസ്റ്റിക്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ കേൾക്കുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് എല്ലാം ഓപ്റ്റിമം കണ്ടീഷനിൽ ആയിരിക്കും. ഒരുപാട് ലൗഡും അല്ല, തീരെ ഫീബിളും ആയിരിക്കും. അതാണ് ഓപ്റ്റിമം കണ്ടീഷൻസിലായിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ലിസൺ ചെയ്യുന്നതും. So sound insulation or sound proofing is a measure by which transmission of sound or noise from inside to outside or vice versa or from one room to other is prevented. So sound അല്ലെങ്കിൽ noise transmission prevent ചെയ്യാനുള്ള measures ആണ് sound insulation or sound proofing. Measures to prevent sound transmission, sound അല്ലെങ്കിൽ നോയ്സിന്റെ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് സൗണ്ട് ഇൻസുലേഷൻ ആൻഡ് ഓർ സൗണ്ട് പ്രൂഫിംഗ്. സൗണ്ട് ഇൻസുലേഷൻ അല്ലെങ്കിൽ സൗണ്ട് പ്രൂഫിംഗ്. സൗണ്ട് ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യുന്ന മെഷറിന് വിളിക്കുന്ന പേരാണ് സൗണ്ട് ഇൻസുലേഷൻ ഓർ സൗണ്ട് പ്രൂഫിംഗ്. അതായത് അകത്ത് നിന്ന് പുറത്തോട്ടുള്ള സൗണ്ട് പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് അകത്തോട്ടുള്ള സൗണ്ട് പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലോട്ടുള്ള സൗണ്ട് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് സൗണ്ട് ഇൻസുലേഷൻ ഓർ സൗണ്ട് പ്രൂഫിംഗ്. ഇത് എവിടെയൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചില ലബോറട്ടറീസിൽ അത് അത്യാവശ്യമാണ്, ഫിലിം സ്റ്റുഡിയോസിലും ഇതിന്റെ അത്യാവശ്യമുണ്ട്. ഇൻ ഫിലിം സ്റ്റുഡിയോസ്, ലബോറട്ടറീസ്, അവിടെയൊക്കെയാണ് സൗണ്ട് പ്രൂഫിങ്ങിന്റെ ആവശ്യം ഏറ്റവും കൂടുതലുള്ളത്. Sound proofing keeps sound contained in a space, make it impossible for sound to move to other parts of building and stop unwanted sound from entering or leaving a room. Sound proofing അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സൗണ്ട് പ്രൂഫിംഗ് സൗണ്ടിനെ ഒരു സ്പേസിൽ തന്നെ ഒതുക്കി നിർത്തും. ഇപ്പൊ നമ്മൾ ഒരു സ്പേസ്, ഇപ്പൊ ഈ ഒരു റൂമിനകത്ത് സൗണ്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് പ്രൂഫിംഗ് നമ്മൾ അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സൗണ്ട് ഈ റൂമിനകത്ത് ഉണ്ടായ സൗണ്ട് ഈ റൂമിൽ തന്നെ ഒതുങ്ങി നിൽക്കും. സൗണ്ടിന് ഈ റൂമിൽ നിന്ന് ബിൽഡിങ്ങിന്റെ വേറൊരു ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല.
പിന്നെ ആവശ്യമില്ലാത്ത സൗണ്ടുകൾ റൂമിൽ നിന്ന് വെളിയിലും പോവില്ല, വെളിയിൽ നിന്ന് അകത്തോട്ടും വരില്ല. സോ അങ്ങനെയാണ് സൗണ്ട് പ്രൂഫിംഗ്. സൗണ്ട് പ്രൂഫിംഗ് അതെങ്ങനെയാ ചെയ്യുന്നത്? സൗണ്ട് പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? സൗണ്ട് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൂഫിംഗ് കീപ്സ് സൗണ്ട് കണ്ടെയ്ൻഡ് ഇൻ എ സ്പേസ്. കീപ്സ് സൗണ്ട് കണ്ടെയ്ൻഡ് ഇൻ എ സ്പേസ്. ഒരു സ്പേസിൽ തന്നെയായിട്ട് അതിനെ ഒതുക്കി നിർത്തും. പ്രിവെന്റ്സ് സൗണ്ട് ഫ്രം മൂവിങ് ടു അതർ പാർട്സ് ഓഫ് ബിൽഡിംഗ്. അതായത് ഈ റൂമിൽ ഒരു ഭാഗത്തുണ്ടായ സൗണ്ട് ബിൽഡിങ്ങിന്റെ വേറെ ഭാഗത്തോട്ടൊന്നും മൂവ് ചെയ്യാൻ അനുവദിക്കില്ല സൗണ്ട് പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അൺവാണ്ടഡ് സൗണ്ട്സ് ഡോണ്ട് എൻറ്റർ ഓർ ലീവ് ദ റൂം. ഈ റൂമിൽ നിന്ന് അൺവാണ്ടഡ് സൗണ്ട്സ് വെളിയിലും പോവില്ല, വെളിയിൽ നിന്നുള്ള അൺവാണ്ടഡ് സൗണ്ട്സ് അകത്തോട്ടും വരില്ല. ഇങ്ങനെയാണ് സൗണ്ട് പ്രൂഫിംഗ് നടക്കുന്നത്. സൗണ്ട് പ്രൂഫിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? സൗണ്ടിനെ എവിടെയാണോ സൗണ്ട് ഉണ്ടായത് ആ സ്പേസിൽ തന്നെ അതിനെ കണ്ടെയ്ൻ ചെയ്ത് നിർത്തി അവിടെ നിന്ന് ബിൽഡിങ്ങിന്റെ വേറൊരു ഭാഗത്തോട്ടും ഈ സൗണ്ട് മൂവ് ചെയ്തില്ല. അതുപോലെ തന്നെ അൺവാണ്ടഡ് സൗണ്ട്സ് ഈ റൂമിൽ നിന്ന് വെളിയിലോട്ടും പോവില്ല, വെളിയിൽ നിന്ന് ഈ റൂമിലോട്ടും വരില്ല. ഇനി നമുക്ക് സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽസ്. ഫസ്റ്റ് വൺ, non-porous rigid materials. Non-porous rigid material. Non-porous rigid material. So sound insulation of non-porous homogeneous rigid construction such as plastered solid brick masonry walls varies with weight per unit area. Non-porous rigid material example ആണ് plastered solid brick masonry walls. Plastered solid brick masonry. Non-porous rigid soundproofing material example ആണ് plastered solid brick masonry walls. ഇനി plastered solid brick masonry walls പോലത്തെ non-porous rigid materials ന്റെ സൗണ്ട് പ്രൂഫിംഗ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സൗണ്ട് ഇൻസുലേഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് വേരീസ് വിത്ത് വെയിറ്റ് പെർ യൂണിറ്റ് ഏരിയ. Varies with weight per unit area. So non-porous rigid homogeneous material example ആണ് plastered solid brick masonry wall. ഇതുപോലുള്ള മെറ്റീരിയൽസിന്റെ സൗണ്ട് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി varies with weight per unit area. So plastered solid brick masonry walls പോലത്തെ non-porous rigid homogeneous materialsന്റെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന്റെ sound insulation varies with weight per unit area. There is thus a limit beyond which it requires excessive increase in thickness to produce increase in sound insulation. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ തിക്നെസ് കൂട്ടി കൊടുക്കേണ്ടി വരും. അതായത് വെയിറ്റ് പെർ യൂണിറ്റ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യും ഇതിന്റെ സൗണ്ട് ഇൻസുലേഷൻ. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയലിന്റെ തിക്നെസ് കൂട്ടി കൊടുക്കണം. The relation between weight of a rigid partition and its sound insulation is approximately that every time the weight is doubled, there is increase in sound insulation of about 4 decibels to 5 decibels. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ ഈ നോൺ പോറസ് റിജിഡ് ഹോമോജീനിയസ് മെറ്റീരിയൽസിന്റെ സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടി അതിന്റെ വെയിറ്റ് പെർ യൂണിറ്റ് ഏരിയ വെച്ച് ആണ് വേരി ചെയ്യുന്നത്. സംടൈംസ് നമുക്ക് എന്താണ് തിക്നെസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. Sometimes beyond a certain limit thickness is increased.
ചില സമയത്ത് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ സൗണ്ട് ഇൻസുലേഷൻ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, മെറ്റീരിയലിന്റെ തിക്നെസ് കൂട്ടേണ്ടി വരും. നെക്സ്റ്റ് ഇസ് പോറസ് റിജിഡ് മെറ്റീരിയൽസ്. Porous rigid materials. So porous rigid materials like porous cement masonry അല്ലെങ്കിൽ cinder concrete ഒക്കെ ആണെങ്കിൽ provide about 10% higher insulation than non-porous materials of same weight. So porous rigid material example ആണ് porous concrete masonry അല്ലെങ്കിൽ cinder concrete. Porous concrete masonry or പിന്നെ ഒരു മെറ്റീരിയൽ ആണ് സിൻഡർ കോൺക്രീറ്റ്. സോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് 10% മോർ സൗണ്ട് പ്രൂഫിംഗ് than non-porous materials of same weight. So porous rigid materials ആണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് porous concrete masonry അല്ലെങ്കിൽ cinder concrete. ഇങ്ങനെയുള്ള porous മെറ്റീരിയൽസിന്റെ സൗണ്ട് പ്രൂഫിംഗ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അതേ വെയിറ്റ് ഉള്ള നോൺ പോറസ് മെറ്റീരിയൽസിനേക്കാളും 10% കൂടുതലായിരിക്കും porous rigid മെറ്റീരിയൽസിന്റെ സൗണ്ട് പ്രൂഫിംഗ് പ്രോപ്പർട്ടി. തേർഡ് വൺ is Now, third one is non-rigid porous material. Non-rigid or flexible porous material. So, flexible porous materials in a exam they consist of felt, mineral wool, quilt, etc. They consist of felt, mineral wool, quilt, etc. Felt, mineral wool, so adil varuneyana felt, mineral wool, quilt, etc. So they themselves provide low sound insulation as compared to rigid materials and are not generally used for the purpose of noise reduction and insulation. So ഇതിന്റെ കേസിൽ flexible materials ന് sound insulation കുറവായിരിക്കും. ഇതിന് low sound insulation rigid materials നെ അപേക്ഷിച്ച് sound insulation കുറവായതുകൊണ്ട് not generally used, സാധാരണ ഉപയോഗിക്കാറില്ല. പിന്നെ a composite construction employing combination of rigid materials and porous absorbers may be adopted where weight is an important factor. ഇനി weight important factor ആണെങ്കിൽ this is combined with rigid material. ഈ പോറസ് മെറ്റീരിയൽ റിജിഡ് മെറ്റീരിയലുമായിട്ട് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അതായത് വെയിറ്റ്, നമുക്ക് ഒരുപാട് വെയിറ്റ് വേണ്ടാത്ത ഇൻസുലേറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെക്സിബിൾ പോറസ് മെറ്റീരിയലിനെ റിജിഡ് മെറ്റീരിയലുമായിട്ട്, ഫ്ലെക്സിബിൾ പോറസ് അബ്സോർബേഴ്സിനെ റിജിഡ് മെറ്റീരിയലായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സൗണ്ട് ഇൻസുലേഷൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള കേസിലാണ് ഈ നോൺ റിജിഡ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. സോ അക്കോസ്റ്റിക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് നമ്മളിതിൽ നോക്കിയത്.
Now next is waterproofing materials. Waterproofing materials. Dampness in building refers to the access and penetration of moisture into the building through walls, floor, roof, etc. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിൽഡിങ്ങിൽ ഡാംപ്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്സസ് ആൻഡ് പെനിട്രേഷൻ ഓഫ് മോയ്സ്ചർ ഇൻടു ദ ബിൽഡിംഗ് ത്രൂ വാൾസ്, ഫ്ലോർ, റൂഫ്. സോ ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി access and penetration of moisture into a building. ഒരു ബിൽഡിങ്ങിനകത്തോട്ടുള്ള മോയ്സ്ചറിന്റെ ആക്സസും പെനിട്രേഷൻ ത്രൂ വാൾസ്, ഫ്ലോർ, റൂഫ് എക്സെട്ര. ത്രൂ walls, roofs, floor, etc. ഒരു ബിൽഡിംഗിൽ ഡാംപ്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം dampness in building is referred to as the access and penetration of moisture into a building through walls, roofs, floors, etc. So dampness in building gives rise to unhygienic conditions apart from reduction in strength of structural components. So ഒരു ബിൽഡിംഗിൽ ഡാംപ്നെസ് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ഇൽ ഇഫക്ട്സ് എന്തൊക്കെയാണ്? ഒരു ബിൽഡിംഗിൽ ഡാംപ്നെസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണ്? There will be reduction in strength of structural components. Reduction in strength of structural components and also development of unhygienic conditions. So ഒരു ബിൽഡിംഗിൽ ഡാംപ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ കമ്പോണൻസിന്റെ സ്ട്രെങ്ത്തും കുറയും. അത് മാത്രമല്ല അൺഹൈജീനിക് കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഈർപ്പം ഉണ്ടെങ്കിൽ അൺഹൈജീനിക് കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യും. So, provision of damp proof course prevents the entry of moisture. നമ്മളെ damp proof course ആണ് moisture entry prevent ചെയ്യുന്നത്. So, moisture entry prevented by provision of damp proof course. So damp proof course provide ചെയ്യുമ്പോഴാണ് moisture entry നമുക്ക് prevent ചെയ്യാൻ സാധിക്കുന്നത്. So damp proofing of a building is done by interposing a layer of damp proofing material between source of dampness and building. ഈ damp proof course എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? Interposing a layer of damp proofing material between source of dampness and building. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? By interposing damp proofing material between source of dampness and building. So damp proofing course എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ത് സോഴ്സ് ആണോ ഡാംപ്നെസ് ഉണ്ടാക്കുന്നത് ആ സോഴ്സിന്റെയും ബിൽഡിങ്ങിന്റെയും ഇടയിലോട്ട് ഡാംപ് പ്രൂഫിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡാംപ് പ്രൂഫിംഗ് കോഴ്സ് ചെയ്തെടുക്കുന്നത്. സോ ഡാംപ് പ്രൂഫിംഗ് കോഴ്സ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാംപ്നെസ് ഉണ്ടാവുന്ന സോഴ്സിന്റെയും ബിൽഡിങ്ങിന്റെയും ഇടയിലായിട്ട് എന്ത് ചെയ്യും? ഡാംപ് പ്രൂഫിംഗ് മെറ്റീരിയലിനെ ഇന്റർപോസ് ചെയ്യും. ഒരു ലെയർ ഓഫ് ഡാംപ് പ്രൂഫിംഗ് മെറ്റീരിയലിനെ എടുത്ത് ഡാംപ്നെസ് ഉണ്ടാക്കുന്ന സോഴ്സിന്റെയും ബിൽഡിങ്ങിന്റെ ഇടയിലോട്ട് ഇന്റർപോസ് ചെയ്യും. അങ്ങനെയാണ് ഡാംപ് പ്രൂഫിംഗ് കോഴ്സ് ചെയ്തെടുക്കുന്നത്.
So the principle of dam proofing is to provide dam proofing hose horizontally or vertically without any break and throughout the thickness of wall. So dam proofing hose without break throughout wall thickness കൊടുക്കണം. ഒരു wall thicknessന് entire wall thicknessൽ horizontally or vertically break ഇല്ലാതെ നമ്മൾ dam proofing hose provide ചെയ്യണം. So dam proofing hose എങ്ങനെ provide ചെയ്യണം അല്ലെങ്കിൽ dam proofingന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ dam proofingനെ horizontally or vertically break ഇല്ലാതെ wall thicknessൽ throughout ആയിട്ട് provide ചെയ്യണം. അതാണ് dam proofingന്റെ പ്രിൻസിപ്പിൾ. ഇനി ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ഹോട്ട് ബിറ്റുമെൻ. ഫസ്റ്റ് മെറ്റീരിയൽ ഈസ് ഹോട്ട് ബിറ്റുമെൻ. ബിറ്റുമെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡില് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ബ്ലാക്ക് കളർ ലിക്വിഡ് ഫോമിലുള്ള സാധനം, അതാണ് ഹോട്ട് ബിറ്റുമെൻ എന്ന് പറയുന്നത്. ബിറ്റുമെൻ 3 mm thick. Hot bitumen 3 mm thick may be applied on the bedding of mortar or concrete. So hot bitumen എങ്ങനെ apply ചെയ്യും? Hot bitumen 3 mm thicknessൽ മോർട്ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബെഡിങ്ങിൽ അപ്ലൈ ചെയ്യും. 3 mm thick applied on mortar or concrete bedding. ഹോട്ട് ബിറ്റുമെൻ 3 mm thicknessൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ മോർട്ടാർ ബെഡിങ്ങിൽ അപ്ലൈ ചെയ്യും. സോ അത് ഒരു വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ആണ്. സെക്കൻഡ് ഈസ് മാസ്റ്റിക് ആസ്ഫാൾട്ട്. സെക്കൻഡ് മെറ്റീരിയൽ ഈസ് മാസ്റ്റിക് ആസ്ഫാൾട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറയുന്നത് ഒരു സെമി റിജിഡ് മെറ്റീരിയൽ ആണ്, ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് asphalt with sand and mineral fibers. Mastic asphalt എന്ന് പറഞ്ഞാൽ it is a semi rigid material obtained by heating. മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറയുന്ന ഒരു സെമി റിജിഡ് മെറ്റീരിയൽ ആണ്. ആൻഡ് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? മാസ്റ്റിക് ആസ്ഫാൾട്ട് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ആസ്ഫാൾട്ടിനെ സാൻഡും മിനറൽ ഫില്ലേഴ്സും കൊണ്ട് ഹീറ്റ് ചെയ്യണം. ആസ്ഫാൾട്ടിനെ സാൻഡും മിനറൽ ഫില്ലേഴ്സും ചേർത്ത് ഹീറ്റ് ചെയ്യണം. സാൻഡും മിനറൽ ഫില്ലേഴ്സും ചേർത്ത് ആസ്ഫാൾട്ടിനെ ഹീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് മാസ്റ്റിക് ആസ്ഫാൾട്ട് കിട്ടുന്നത്. അതിനെ കോൺക്രീറ്റ് അല്ലെങ്കിൽ മോർട്ടാർ ബെഡിൽ ലേ ചെയ്യും. അത് ഇംപെർവിയസും ആണ്, ഡ്യൂറബിളും ആണ്. ഇറ്റ് ഈസ് ഡ്യൂറബിൾ, impervious and it is laid on concrete or mortar bed. കോൺക്രീറ്റ് അല്ലെങ്കിൽ മോർട്ടാർ ബെഡിലാണ് അതിനെ ലേ ചെയ്യുന്നത്. അത് ഡ്യൂറബിളും ആണ്, ഇംപെർവിയസും ആണ്. It is liable to squeeze out in very hot weather or under very heavy pressure. Liable to squeeze out under high pressure. It is liable to squeeze out under heavy pressure or hot weather. ഭയങ്കര ചൂട് വെതർ ആണെങ്കിലോ പ്രഷർ ഒരുപാട് കൂടുതലാണെങ്കിലോ മാസ്റ്റിക് ആസ്ഫാൾട്ട് സ്ക്വീസ് ഔട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിൽ മാത്രം, അതായത് ഹൈ പ്രഷർ കണ്ടീഷനിൽ അല്ലെങ്കിൽ വെരി ഹെവി പ്രഷർ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള കണ്ടീഷൻ ആണെങ്കിൽ മാത്രം മാസ്റ്റിക് ആസ്ഫാൾട്ട് സ്ക്വീസ് ഔട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതൊരു സെമി റിജിഡ് മെറ്റീരിയൽ ആണ്. ആസ്ഫാൾട്ടിനെ സാൻഡ് മിനറൽ ഫില്ലേഴ്സും ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്. ഡ്യൂറബിൾ ആണ്, ഇംപെർവിയസ് ആണ്, കോൺക്രീറ്റ് ഓർ മോർട്ടാർ ബെഡിൽ ലേ ചെയ്തെടുക്കും. തേർഡ് ഇസ്
bituminous felt. Third one is bituminous felt. Bituminous felt എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് വിച്ച് ഇസ് അവൈലബിൾ ഇൻ റോൾസ്. റോൾസ് ആയിട്ട് കിട്ടുന്ന ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ബിറ്റുമിനസ് ഫെൽറ്റ്. അതിനെ ഫ്ലാറ്റ് മോർട്ടാർ ഫിനിഷ്ഡ് സർഫസിൽ ലേ ചെയ്യും. ഫ്ലാറ്റ് മോർട്ടാർ കൊണ്ട് ഫിനിഷ് ചെയ്ത ഫ്ലാറ്റ് സർഫസസിലാണ് ബിറ്റുമിനസ് ഫെൽറ്റ് ലേ ചെയ്യുന്നത്. ആൻഡ് ഓവർലാപ്പ് ഓഫ് 100 mm is provided at the joints and full overlap at corners. ജോയിൻസിലൊക്കെ ഒരു 100 mm ഓവർലാപ്പ് ബിറ്റുമിനസ് ഫെൽറ്റ് ഇടുമ്പോൾ ജോയിൻസിലൊക്കെ ഒരു 100 mm ഓവർലാപ്പും കോർണേഴ്സിലൊക്കെ ഒരു ഫുൾ ഓവർലാപ്പും പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ലാബ്സ് ഷുഡ് ബി സീൽഡ് വിത്ത് ബിറ്റുമെൻ. ലാബ്സ് ഒക്കെ ബിറ്റുമെൻ കൊണ്ട് സീൽ ചെയ്യണം. ആൻഡ് ഇറ്റ് ഇസ് ലൈക്ലി ടു സ്ക്വീസ് ഔട്ട് അണ്ടർ പ്രഷർ ആൻഡ് ക്യാൻ അക്കോമഡേറ്റ് സ്ലൈറ്റ് മൂവ്മെന്റ്. അല്ല, പ്രഷർ ഉള്ളപ്പം ഇതും സ്ക്വീസ് ഔട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് മാത്രമല്ല അതിന് സ്ലൈറ്റ് മൂവ്മെന്റ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ബിറ്റുമിനസ് ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോൾസിൽ കിട്ടുന്ന ഫ്ലെക്സിബിൾ മെറ്റീരിയൽ. ബിറ്റുമിനസ് ഫെൽറ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ഇൻ റോൾസ്. റോൾസിൽ കിട്ടുന്ന ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ബിറ്റുമിനസ് ഫെൽറ്റ്. ഫ്ലാറ്റ് മോർട്ടാർ ഫിനിഷ്ഡ് സർഫസിൽ ലേ ചെയ്യും. എവിടെ ലേ ചെയ്യും? ലേഡ് ഓൺ ഫ്ലാറ്റ് മോർട്ടാർ ഫിനിഷ്ഡ് സർഫസ്. ചെറിയ മൂവ്മെന്റ്സ് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് സ്ലൈറ്റ് മൂവ്മെന്റ്. പിന്നെ ഇറ്റ് മേ സ്ക്വീസ് ഔട്ട് അണ്ടർ പ്രഷർ. നല്ല പ്രഷർ ഉണ്ടെങ്കിൽ അത് സ്ക്വീസ് ഔട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പിന്നെ എന്താണ്? കോർണേഴ്സിലും ജോയിൻസിലും ഒക്കെ ഓവർലാപ്പ് കൊടുക്കുന്നു. 100 mm ഓവർലാപ്പ് അറ്റ് ജോയിൻസ് ആൻഡ് ഫുൾ ഓവർലാപ്പ് അറ്റ് കോർണേഴ്സ്. 100 mm ഓവർലാപ്പ് അറ്റ് ജോയിൻസ് ആൻഡ് ഫുൾ ഓവർലാപ്പ് at corners. കോർണേഴ്സിലും ഫുൾ ഓവർലാപ്പും 100 mm ഓവർലാപ്പ് ജോയിൻസിലും. പിന്നെ ലാപ്പ് ഒക്കെ ബിറ്റുമെൻ ഉപയോഗിച്ച് സീൽ ചെയ്യും. ലാബ്സ് ആർ സീൽഡ് വിത്ത് ബിറ്റുമെൻ. ബിറ്റുമെൻ ഉപയോഗിച്ച് ലാബ്സ് എല്ലാം സീൽ ചെയ്യും. ഇതാണ് ബിറ്റുമിനസ് ഫെൽറ്റ്. നെക്സ്റ്റ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ആണ് metal sheets. Fourth one, metal sheets. So sheets of lead, copper and aluminum may be used as membranes in dam proofing. Sheets of lead, copper, aluminum. ലെഡിന്റെയോ കോപ്പറിന്റെയോ അലൂമിനിയത്തിന്റെയോ ഷീറ്റ്സ് ആണ് ഡാം പ്രൂഫിങ്ങിന് യൂസ് ചെയ്യുന്നത്. അത് മെംബ്രെയിൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദേ ആർ യൂസ്ഡ് ആസ് മെംബ്രെയിൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് among these metals, lead is the most ideally suited. Lead and aluminum sheets need to be protected with a layer of bitumen. ഇതിൽ ലെഡ് ആണ് ഐഡിയല്. പിന്നെ ലെഡ് ആൻഡ് അലൂമിനിയം ആണെങ്കിൽ ലെഡ് ആണ് ഐഡിയൽ മെറ്റൽ ഷീറ്റ്സ് ആയിട്ട് നമുക്ക് ലെഡോ കോപ്പറോ അലൂമിനിയത്തിന്റെയോ ഷീറ്റ്സിനെ മെംബ്രെയിൻസ് ആയിട്ട് ഡാം പ്രൂഫിങ്ങിന് ഉപയോഗിക്കാം. അതിൽ തന്നെ ഐഡിയലി സൂട്ടഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെഡ് ആണ്. പിന്നെ ലെഡോ അലൂമിനിയം ഷീറ്റോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് എ ലെയർ ഓഫ് ബിറ്റുമെൻ. ലെഡ് അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റ്സ് ആ യൂസ് ചെയ്യുന്നെങ്കിൽ പ്രൊട്ടക്റ്റഡ് വിത്ത് ലെയർ ഓഫ് ബിറ്റുമെൻ. ലെഡ് അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബിറ്റുമെൻ ലെയർ ഉപയോഗിച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ മെറ്റൽ ഷീറ്റ്സിൽ ഏതൊക്കെ മെറ്റൽ ഷീറ്റ്സ് യൂസ് ചെയ്യാം?
ലെഡ്, കോപ്പർ, അലൂമിനിയം ഷീറ്റ്സ് നമുക്ക് ഡാം പ്രൂഫിങ്ങിന് യൂസ് ചെയ്യാം. ഈ ഷീറ്റ്സ് ഒക്കെ മെംബ്രെയിൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലെഡ് ആണ് ഐഡിയലി സൂട്ടഡ് മെറ്റൽ. പിന്നെ ലെഡിന്റെയോ അലൂമിനിയത്തിന്റെയോ ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റുമൻ ലെയർ പ്രൊട്ടക്ഷൻ അതിന് പ്രൊവൈഡ് ചെയ്യണം. Now fifth is combination of sheets and felts. Combination of sheets and ഷീറ്റ്സിന്റെയും ഫെൽസിന്റെയും കൂടെ കോമ്പിനേഷൻ. അത് യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കണോമിക്കൽ ആണ്, ഡ്യൂറബിൾ ആണ്. obtained by sandwiching lead sheet in bituminous felt. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? Sandwiching lead sheet in bituminous ഫെൽറ്റിനകത്ത് ലെഡ് ഷീറ്റിനെ സാൻഡ്വിച്ച് ചെയ്ത് എടുക്കുമ്പോഴാണ് ഈ കോമ്പിനേഷൻ ഓഫ് ഷീറ്റ്സ് ആൻഡ് ഫെൽസ് കിട്ടുന്നത്. അത് ഇക്കണോമിക്കലും ആണ്, ഡ്യൂറബിളും ആണ്. ഇറ്റ്സ് ഇക്കണോമിക്കൽ ആസ് വെൽ ആസ് ഡ്യൂറബിൾ. ഇക്കണോമിക്കൽ ആൻഡ് ഡ്യൂറബിൾ. Now next one is plastic sheets. അടുത്തത് പ്ലാസ്റ്റിക് ഷീറ്റ്സ്. അതെന്ന് പറയുന്നത് ഒരു റിലേറ്റീവ്ലി ചീപ്പ് മെത്തേഡ് ഓഫ് ഡാം പ്രൂഫിംഗ് ആണ്. 0.5 to 1 mm thick sheets ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ്സ് ഓഫ് 0.5 to 1 mm തിക്നെസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതൊരു പെർമനന്റ് മെത്തേഡ് അല്ല. പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉപയോഗിക്കുന്നത് ഒരു പെർമനന്റ് മെത്തേഡ് അല്ല, അത് റിലേറ്റീവ്ലി ചീപ്പ് മെത്തേഡ് ആണ്. നമ്മളിവിടെ 0.5 to 1 mm തിക്നെസ് ഉള്ള ബ്ലാക്ക് പോളിത്തീൻ കൊണ്ടുണ്ടാക്കിയ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചീപ്പ് മെത്തേഡ് ആണ്, അതായത് ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്തൊരു മെത്തേഡ് ആണ്. 0.5 to 1 mm thick black polythene sheets, and also this is not a permanent method. ഇതൊരു പെർമനന്റ് മെത്തേഡ് അല്ല, വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റ്സ് ഓഫ് തിക്നെസ് റേഞ്ചിങ് ഫ്രം 0.5 to 1 mm ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Now seventh one is bricks. ബ്രിക്സിൽ എങ്ങനെയാണ്? ക്വാളിറ്റി bricks absorbing water less than 4.5% of their weight may be used for dam proofing. Dam proofingന് നല്ല ക്വാളിറ്റി bricks of water absorption less than 4.5%. So good quality bricks of water absorption less than 4.5%. 4.5%-ൽ താഴെ വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള നല്ല ക്വാളിറ്റി ബ്രിക്സ് ആണ് ഡാം പ്രൂഫിങ്ങിന് യൂസ് ചെയ്യുന്നത്. The bricks are laid in 2 to 4 courses in cement mortar. ബ്രിക്സിനെ 2 മുതൽ 4 കോഴ്സസ് ആയിട്ട് സിമെന്റ് മോർട്ടാറിൽ ലേ ചെയ്യും. ലേഡ് 2 to 4 courses in സിമെന്റ് മോർട്ടാർ. സിമെന്റ് മോർട്ടാറിൽ 2 to 4 കോഴ്സസ് ആയിട്ടാണ് ബ്രിക്സിനെ ലേ ചെയ്യുന്നത്. It is normally used in places where dampness is not extensive. Used when dampness is not extensive or excessive. Excessive dampness അല്ലാത്ത കേസസിലാണ് ബ്രിക്സ് കൊണ്ട് ഡാം പ്രൂഫിംഗ് ചെയ്യുന്നത്. ബ്രിക്സ് കൊണ്ട് ഡാം പ്രൂഫിംഗ് ചെയ്യുന്നത് എക്സസീവ് ഡാംപ്നെസ് ഇല്ലാത്തടത്ത്, മിതമായ ഡാംപ്നെസ് ഉള്ളിടത്താണ് ബ്രിക്സ് ഉപയോഗിച്ചുള്ള ഡാം പ്രൂഫിംഗ് ചെയ്യുന്നത്. Now next is mortar. മോർട്ടാർ എങ്ങനെയാണ്? സിമെന്റ് മോർട്ടാർ in the ratio 1:3 is used for bedding layers over dam proofing course. 1:3 റേഷ്യോയിലുള്ള സിമെന്റ് മോർട്ടാർ അത് എവിടെ യൂസ് ചെയ്യുന്നു? ഡാം പ്രൂഫിംഗ് കോഴ്സിന്റെ മുകളിലുള്ള ബെഡിംഗ് ലെയേഴ്സിൽ യൂസ് ചെയ്യുന്നു.
bedding layers over damp proofing course. Over damp proofing course. Damp proofing course ന്റെ മുകളിൽ bedding layer ആയിട്ട് 1:3 ratio ഉള്ള സിമന്റ് മോർട്ടാർ ആണ് യൂസ് ചെയ്യുന്നത്. It may be mixed with slaked lime to improve workability. It is mixed with slaked lime to improve workability. So damp proof course ന്റെ workability improve ചെയ്യാൻ വേണ്ടി അതിനെ slaked lime കൊണ്ട് മിക്സ് ചെയ്യാറുണ്ട്. slaked lime അതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ workability നമുക്ക് improve ചെയ്യാം. Soft dissolved in water is used for making mortar, which may be used for plastering walls. ഇനി പ്ലാസ്റ്ററിംഗ് വാൾസിന്റെ കേസിലാണെങ്കിൽ സോഫ്റ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്ററിംഗ് വാൾസിൽ മോർട്ടാർ ഉണ്ടാക്കാൻ വേണ്ടി സോപ്പ് ഡിസോൾവ് ചെയ്ത വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്റ്ററിംഗ് വാൾസിൽ സോപ്പ് ഡിസോൾവ് ചെയ്ത വാട്ടർ യൂസ് ചെയ്യാറുണ്ട് മോർട്ടാർ ഉണ്ടാക്കാൻ. സോ ദിസ് ഇസ് അബൌട്ട് മോർട്ടാർ. 1:3 റേഷ്യോ ഉള്ള സിമെന്റ് മോർട്ടാർ ആണ് യൂസ് ചെയ്യുന്നത്. ഡാംപ് പ്രൂഫ് കോഴ്സിന്റെ മുകളിൽ ബെഡിംഗ് ലെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Now the last material is cement concrete course. Cement concrete. Last is cement concrete course. So a cement concrete course of proportion 1:2:4 and thickness 75 to 150 mm is laid on masonry at plinth level. So plinth level ഉള്ള masonryയിലെ cement concrete course of proportion 1:2:4 1:2:4 proportion ഉള്ള cement concrete courseനെ plinth level masonryക്ക് മുകളിൽ ലേ ചെയ്യും. Thickness will vary from 75 to 150 mm. Cement concrete അതിന്റെ proportion 1:2:4. thickness വരുന്നത് 75 to 150 mm. 75 mm തൊട്ട് 150 mm വരെ thickness ആവും. laid at or laid on, it is laid on masonry at plinth level. plinth level ഉള്ള masonryയിലാണ് സിമെന്റ് കോൺക്രീറ്റ് കോഴ്സ് ലേ ചെയ്യുന്നത്. അതിന്റെ thickness 75 to 150 mm ന്റെ ഇടയിലായിരിക്കും. സിമെന്റ് കോൺക്രീറ്റിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:2:4 ആയിരിക്കും. It prevents the rise of moisture into wall by capillary action. So cement concrete course prevents rise of moisture into wall by capillary action. So capillary action വഴി വാൾസിലോട്ട് കയറി പോകുന്ന മോയ്സ്ചറിനെ പ്രിവെന്റ് ചെയ്യും. സോ 1:2:4 പ്രൊപ്പോർഷൻ ഉള്ള സിമെന്റ് കോൺക്രീറ്റിനെ 75 to 150 mm തിക്നെസ്സിൽ പ്ലിന്ത് ലെവലിലുള്ള മേസൺറിയുടെ മുകളിൽ ലേ ചെയ്യും. അതിന്റെ ഉപയോഗം എന്താണ്? കാപ്പിലറി ആക്ഷൻ വഴി വാൾസിലൂടെ കയറുന്ന മോയ്സ്ചറിനെ പ്രിവെന്റ് ചെയ്യും. സോ ദീസ് ആർ ദ ഡാംപ് പ്രൂഫിംഗ് മെറ്റീരിയൽസ്.